മുളവുകാട് വൈപ്പിൻ കടമക്കുടി ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ ബോൾഗാട്ടി എറണാകുളം ഗോശ്രീ പാലത്തിന് സമാന്തരമായി ഒരു പാലം അടിയന്തരമായി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുളവുകാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോൾഗാട്ടി ജംഗ്ഷനിൽ 24 മണിക്കൂർ രാപ്പകൽ സമരം ആരംഭിച്ചു. രാപ്പകൽ സമരം ഹൈബി ഈഡൻ എം പി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ ടൂറിസം വകുപ്പും PWD വകുപ്പും ഭരിക്കുന്ന രണ്ടും കൂടിയുള്ള ഒരു മന്ത്രി ഇതുപോലെ വളരെയധികം പ്രാധാന്യമുള്ള, ഒരുപക്ഷെ നിങ്ങൾ ബഡ്ജറ്റ് നോക്കിയാൽ അറിയാം, എറണാകുളത്തെ പരിപൂർണമായി അവഗണിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിന് യാതൊരു പുതിയ പാക്കേജുകളോ എറണാകുളത്തിന്റെ ഗതാഗതക്കുരുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പുതിയ പദ്ധതികളോ ഒന്നും പ്രഖ്യാപിക്കാത്ത, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കാലാകാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഈ ദ്വീപ് സമൂഹങ്ങളുടെ വികസനം, ആ ദ്വീപ് സമൂഹങ്ങളുടെ വികസനത്തിന് ഈ ഗോശ്രീ പാലങ്ങളല്ലാതെ ഈ ദ്വീപുകളെ ബന്ധപ്പെടുത്തുന്ന പാലങ്ങളോ ലാൻഡ് അക്വിസിഷനോ ഈ 10 വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര യോഗങ്ങൾ വിളിച്ചുകൂട്ടി, അതിൽ എത്രണ്ണത്തിൽ അദ്ദേഹം പങ്കെടുത്തു എന്ന് മിനിറ്റ്സ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. ആ 10 വർഷത്തിൽ 10 മീറ്റിങ്ങുകൾക്ക് പോലും നേതൃത്വം കൊടുക്കാത്ത പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ദ്വീപ് സമൂഹങ്ങളിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ തർക്കവുമില്ല. ഈ സമരം എന്ന് പറയുന്നത് ധാർമ്മികമായ ഒരു സമരമാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, മുളവുകാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ സമരം ഇവിടുത്തെ ജനങ്ങളുടെ പൊതുവായ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു സമരമാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും കോൺഗ്രസിന്റെ അഭ്യുദയകാംക്ഷികൾ മാത്രമല്ല, ഇവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഇവിടുത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, ഇവരെല്ലാം ഈ സമരത്തിന്റെ ഭാഗമായി അണിചേരും. അവരുടെ എല്ലാം പൊതുവായ ഒരു ആവശ്യം പ്രകടിപ്പിക്കുന്ന ഒരു രാപ്പകൽ സമരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസം ജനുവരി 30-ാം തീയതി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ്. മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് നമ്മൾ ഈ സമര പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഈ സമരം എന്ന് പറയുന്നത് ഇത് അവസാനിപ്പിക്കപ്പെടേണ്ട ഒരു സമരമല്ല. നാളെ ഏത് രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഈ ആവശ്യം നമ്മൾ നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കും. ആ ആവശ്യം ഏറ്റവും ന്യായമായ, നീതീകരിക്കാൻ കഴിയുന്ന ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവനും ജീവനോപാധിയും തേടി നഗരത്തിലേക്ക് പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും അതിരൂക്ഷമായ ഗതാഗത കുരുക്ക്, സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ, കോളേജിൽ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ, അത്യാസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾ, അതുപോലെ തന്നെ നിരന്തരമായ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി നഗരത്തിലേക്ക്, എറണാകുളത്തേക്ക് പോകുന്ന വൈപ്പിൻ മുളവുകാട് പ്രദേശത്തെ നിവാസികളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ഒരു അന്ത്യം കാണാൻ വേണ്ടിയിട്ടാണ്. മണ്ഡലം പ്രസിഡന്റ് ഡി സെൽവരാജ് അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബോൾഗാട്ടി പാലസ്, ഗ്രാൻഡ് ഹയാത്ത് പോലെയുള്ള ടൂറിസം പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളും DP വേൾഡ് കണ്ടെയ്നർ ടെർമിനൽ പോലെയുള്ള വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് സമാന്തര പാലത്തിനായി ബജറ്റിൽ ₹1 പോലും നീക്കിവെക്കാൻ തയ്യാറാകാതിരുന്നത് ദ്വീപ് നിവാസികളോടും ടൂറിസം വ്യവസായ മേഖലകളോടും ചെയ്ത കടുത്ത അനീതിയാണെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ട്രഷറർ പ്രേമ അനിൽകുമാർ, മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്വിലിൻ ലോപ്പസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വിവേക് ഹരിദാസ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് LC ജോർജ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ PR ജോൺ, KK അനിരുദ്ധൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് PA തോമസ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS അക്ബർ, മജീദ് മാഷ് എന്നിവർ പ്രസംഗിച്ചു.